ഹായ് സ്റ്റുഡൻസ്, 8th സ്റ്റാൻഡേർഡിലെ ഭൗമരഹസ്യങ്ങൾ തേടി ഇൻ സെർച്ച് ഓഫ് എഡ്സ് സീക്രട്ട് എന്ന് പറയപ്പെടുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ട് അപക്ഷയം, വെതറിംഗ് എന്ന് പറയപ്പെടുന്ന ഭാഗമാണ് ഡിസ്കഷൻ നടത്തുന്നത്. എന്താണ് അപക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരം ശിലകളെ പറ്റി, വിവിധ തരം കല്ലുകളെ പറ്റി, അല്ലേ? ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത്തരം ശിലകളെ പറ്റിയൊക്കെ നമ്മൾ മുൻ ക്ലാസ്സിലൂടെ പഠിച്ചിട്ടുണ്ട്. അവ കാലങ്ങൾക്ക് ശേഷം പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെയാണ് അപക്ഷയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ നമുക്ക്. അപക്ഷയം എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ എഴുതിക്കോളൂ. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ അപക്ഷയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, വാട്ട് ഈസ് ദി വെതറിംഗ്? They undergo various changes with time. Such disintegration or decomposition of rocks is known as weathering. ഇവിടെ ഡിസിൻറ്റിഗ്രേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശിലകൾ പൊട്ടിപ്പൊടിയുകയാണ്. ഡികോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലകൾ വിഘടിക്കുക എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അപക്ഷയം കാരണം ശിലകൾക്ക് രാസപരമായും ഭൗതികമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമുക്കൊരു ഫ്ലോ ചാർട്ട് ഒബ്സർവ് ചെയ്യാം. താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് പരിശോധിച്ച് വിവിധ തരം അപക്ഷയങ്ങൾ പരിചയപ്പെടുമെന്നാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് റോക്സ് ചെയിൻസ് ഫെമിലൈസ് ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെതറിംഗ് ഫ്രം ദി ഫ്ലോ ചാർട്ട് ബിലോ. ഫ്ലോ ചാർട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് ഇതുപോലെ എഴുതിയിരിക്കുക. എക്സാമിന് ചോദിക്കാറുണ്ട്. അപക്ഷയം എന്ന് കൊടുത്തിട്ട് 3 രീതിയിലുള്ള അപക്ഷയങ്ങളാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഭൗതിക അപക്ഷയം, ഫിസിക്കൽ മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയും. രണ്ടാമത് രാസിക അപക്ഷയം, അതായത് കെമിക്കൽ വെതറിംഗ്. മൂന്നാമതായിട്ട് ജൈവിക അപക്ഷയം, ബയോളജിക്കൽ വെതറിംഗ്. ഫസ്റ്റായിട്ട് ഭൗതിക അപക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം, താപത്തിലെ ഏറ്റക്കുറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്, താപം കൂടുകയും താപം കുറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാവുന്ന, അതായത് ശിലകളിലുള്ള ധാതുക്കൾ, മിനറൽസ്, ഇത്തരം ധാതുക്കളിലുണ്ടാകുന്ന വികാസമോ അതല്ലെങ്കിൽ സങ്കോചവും രണ്ടും സംഭവിക്കുന്നത്. വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസിച്ച് പോവുക, സങ്കോചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മിനറൽസുകൾക്ക് സങ്കോചനം സംഭവിക്കുക, ചുരുങ്ങിപ്പോവുക. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് അപക്ഷയത്തിന് കാരണമാകുന്നു. കൂടാതെ വിള്ളലുകളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട്. നമുക്ക് ചിത്രത്തിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നടക്കുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് രാസിക അപക്ഷയം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ ശിലകളിൽ രാസപരമായിട്ടുള്ള വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ജൈവിക അപക്ഷയം. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമായിട്ട് അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെയാണ് ജൈവിക അപക്ഷയം എന്ന് പറയുന്നത്. ചിത്രങ്ങൾ നോക്കി ഒബ്സർവ് ചെയ്യാം. ഇംഗ്ലീഷ് മീഡിയം, ഫ്ലോ ചാർട്ട് ഗിവൻ ബിലോ. വെതറിംഗ്. ഫസ്റ്റ് വൺ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ്, സെക്കൻഡ് വൺ കെമിക്കൽ വെതറിംഗ് ആൻഡ് തേർഡ് വൺ ബയോളജിക്കൽ വെതറിംഗ്. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ദി എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദി വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ റിസൾട്ട് ഇൻ വെതറിംഗ്. ഡിസിൻറ്റിഗ്രേഷൻ ആൾസോ ഒക്യൂർ ഡ്യൂ ടു ദി ഫ്രീസിംഗ് ഓഫ് വാട്ടർ ഇൻ ദി ഫിഷേഴ്സ് ഓഫ് റോക്സ്. ഇവിടെ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസിക്കുക, കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കോചിക്കുക, അതായത് ചുരുങ്ങി വരിക. ഓഫ് മിനറൽസ്, ഏതിൻ്റെ? മിനറൽസിൻ്റെ, അതായത് ധാതുക്കളുടെ. വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ റിസൾട്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസ് കൊണ്ട്, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയോ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു
പ്രവർത്തനമാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ആസ് എ റിസൾട്ട് റിസൾട്ട് ഇൻ വെതറിങ് എന്ത് സംഭവിക്കുന്നു? ശിലകൾക്ക് വെതറിങ് സംഭവിക്കുന്നു, അപക്ഷയം സംഭവിക്കുന്നു. അങ്ങനെയാണ് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിസിൻറ്റിഗ്രേഷൻ ആൾസോ ഒക്യൂർ ഡ്യൂ ടു ദി ഫ്രീസിങ് ഓഫ് വാട്ടർ ഇൻ ദി ഫിഷർ ഓഫ് റോക്സ്. വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്ന ഫ്രീസ് ആവുന്നത് കൊണ്ട് ശിലകൾ പൊട്ടിപ്പൊടിയാറുണ്ട്, ഡിസിൻറ്റിഗ്രേഷൻ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് വൺ, കെമിക്കൽ വെതറിങ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സെട്ര റിയാക്ട് വിത്ത് ദി മിനറൽസ് ആൻഡ് റിസൾട്ട് ഇൻ ദി കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനെയാണ് കെമിക്കൽ വെതറിങ് സംഭവിക്കുന്നത്. തേർഡ് വൺ, ബയോളജിക്കൽ വെതറിങ്. ദി പ്ലാന്റ് റൂട്ട്സ് പെനട്രേറ്റിംഗ് ഇൻ ടു ദി ഫിഷേഴ്സ് ഇൻ റോക്സ്, burrowing of animals and the decomposition of plant and animal remains lead to weatherings. ഇവിടെ സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ശിലകളുടെ വിടവുകളിലൂടെ ആഴ്ന്നിറങ്ങുക. പെൻട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഴ്ന്നിറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ശിലകൾ പൊട്ടിപ്പൊടിയുന്നു. അതുപോലെ തന്നെ ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടും സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ജീർണിക്കുന്നത് കൊണ്ടും അപക്ഷയത്തിന് വെതറിങ്ങിന് കാരണമാകുന്നു. നെക്സ്റ്റ് അവിടെ പറയുന്നത് കൂടാതെ എപ്പാർട്ട് ഫ്രം ദിസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് മൈനിങ് ആൻഡ് കോറിങ് ആൾസോ ലീഡ് ടു വെതറിങ്സ്. അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് കാരണം, അതായത് ഫോർ എക്സാമ്പിൾ നൽകിയിട്ടുള്ളത് ഇവിടെ ആക്ടിവിറ്റീസ് ആയിട്ട് നൽകിയ മൈനിങ്, അതായത് ഖനനം ചെയ്യുന്നതും കോറിങ് നടത്തുന്നത്, പാറകൾ പൊട്ടിക്കുന്നതൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടും ബയോളജിക്കൽ വെതറിങ് നടക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 3 ടൈപ്സ് വെതറിങ്സ് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത സബ് ഹെഡിങ് അപക്ഷയവും മനുഷ്യനും. കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ചിത്രം 3-4, അതായത് മനുഷ്യൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചിത്രങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തൊരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ ചെയ്തിരിക്കുക. പാറ പൊട്ടിക്കൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ. 3, രാസപ്രവർത്തനങ്ങളുടെ അമിത ഉപയോഗം. 4, കൃഷിക്ക് വേണ്ടി നിലം ഒരുക്കുന്നത് വനനശീകരണം. പിന്നെ ഖനനം. ഇത്തരം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ശിലകൾക്ക് അപക്ഷയങ്ങൾ സംഭവിക്കാറുണ്ട്. ഓക്കെ, വെതറിങ് ആൻഡ് ഹ്യൂമൻസ് എന്ന് പറയപ്പെടുന്ന ആ ഒരു പോർഷനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ലീഡ് ടു ദി വെതറിങ് ഓഫ് റോക്സ്? മനുഷ്യൻ്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ശിലകൾ, റോക്സുകൾ അപക്ഷയത്തിന്, വെതറിങ് സംഭവിക്കാൻ കാരണമാകുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, കോറിങ്. സെക്കൻഡ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. തേർഡ്, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽസ്. നെക്സ്റ്റ്, പ്രിപ്പയറിങ് ദി ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. നെക്സ്റ്റ്, ഡിഫോറസ്റ്റേഷൻ. ലാസ്റ്റ് വൺ, മൈനിങ്. ഇതിൽ കോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാറ പൊട്ടിക്കലാണ് ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നിർമ്മാണ പ്രവർത്തനങ്ങൾ. പിന്നെ എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽസിൻ്റെ യൂസസ് കൂടുതലായി പോവുക അല്ലേ. പിന്നെ പ്രിപ്പയറിങ് ദി ലാൻഡ് ഫോർ കൾട്ടിവേഷൻ, കൃഷിക്ക് വേണ്ടി നിലമൊരുക്കുന്നത് കൊണ്ട്. പിന്നെ ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം. മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഖനനം. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ ശിലകൾക്ക് അപക്ഷയം സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഒരു ആക്ടിവിറ്റി തന്നിരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് അപക്ഷയത്തിന് കാരണമാകുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ കണ്ടെത്തൂ. വിസിറ്റ് വേരിയസ് പ്ലേസസ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് ഐഡൻറ്റിഫൈ ദി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ വെതറിങ്. എന്തെല്ലാം മനുഷ്യപ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് കുന്നടിക്കൽ, രണ്ടാമത് ഭൂമി നിരപ്പാക്കൽ, മൂന്നാമതായിട്ട് വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കൽ അല്ലേ, പമ്പിങ്, ലാൻഡ് ലെവലിംഗ്, ഡിഫോറസ്റ്റേഷൻ എന്നുള്ളതാണ്. ഈ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങളുടെ നോട്ടിലേക്ക് ക്വസ്റ്റ്യൻ ടൈപ്പിൽ എഴുതി അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, അതിനുശേഷം അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ പലതരത്തിൽ സഹായിക്കാറുണ്ട്. വെതറിങ് ഹെൽപ്സ് ഹ്യൂമൻ ഇൻ മെനി വേവ്സ് എന്നുള്ളതാണ്. അതെങ്ങനെയൊക്കെയെന്ന് നോക്കാം. ഒരു 3 രീതിയാണ് ഇവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. മിനറൽസ് ഇൻ റോക്സ് ഗെറ്റ് എക്സ്ട്രാക്റ്റഡ് അല്ലേ. നെക്സ്റ്റ്, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. ഹെൽപ്പ് ഇൻ മൈനിങ്.
തേർഡ് വൺ, അപക്ഷയം മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. കോസസ് സോയിൽ ഫോർമേഷൻ. ഈ പോയിൻറ്റ്സ് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കേണ്ട പോയിൻറ്റ്സ് ആണ്. അടുത്ത സബ് ഹെഡിങ് മണ്ണ് ജനിക്കുന്നു. സോയിൽ എവോൾവ്സ്. നമ്മൾക്കറിയാം, ഏറെ പരിചിതമായിട്ടുള്ള പ്രകൃതി വിഭവമാണ് മണ്ണ് എന്ന് പറയുന്നത്. മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമുക്ക് എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നതെന്ന് നോക്കാം. അപക്ഷയ പ്രക്രിയയിലൂടെ. അപക്ഷയ പ്രക്രിയ എന്താണെന്നുള്ള നമ്മൾ പ്രീവിയസ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവ അവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും ദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഓക്കെ. അങ്ങനെ 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരും എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കിട്ടിയിട്ടുണ്ട്. മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക, ആൻസർ ചെയ്ത. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവ അവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും ദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് മണ്ണ് രൂപം കൊള്ളുന്നത് എന്ന് എഴുതി വെക്കുക. കൂടെ തന്നെ 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരും എന്നുള്ളതും കൂടത്തിൽ എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് പെഡോളജി എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ഘടനയും മണ്ണിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ്. അതിൻ്റെ പേരാണ് പെഡോളജി. എന്നാൽ ഈ ശാസ്ത്ര ശാഖയുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരുണ്ടാവും അല്ലേ? മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ, അവരെ വിളിക്കുന്ന പേരാണ് പെഡോളജിസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ. സോയിൽ ഇവോൾവ്സ്. സോയിൽ ഈസ് എ നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് യു ആർ വെരി ഫെമിലിയർ വിത്ത്. നമുക്കറിയാം സോയിൽ അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ റിസോഴ്സ് ആണെന്ന് അറിയാം. ഹൗ ഈസ് സോയിൽ ഫോമഡ്? എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്, രൂപപ്പെടുന്നത്? ദി സോയിൽ വി സീ ടുഡേ ഈസ് ഫോമഡ് ബൈ prolonged process like weathering of rocks and decomposition of organic matter. ഇവിടെ അപക്ഷയ പ്രക്രിയയിലൂടെ, അതായത് വെതറിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വെതറിംഗ് പ്രോസസ്സിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവ അവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും ദീർഘകാലത്തെ പ്രക്രിയകളായിട്ടുള്ള ഒരു വഴിയാണ് മണ്ണ് ഫോം ചെയ്യുന്നത്, സോയിൽ ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് മോർ ദാൻ 1000 years ഈസ് റിക്വയർഡ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ആൻ ഇഞ്ച് തിക്ക് ലെയർ ഓഫ് സോയിൽ. അതായത് 1 ഇഞ്ച് സോയിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് 1000-ലേറെ വർഷങ്ങൾ വേണം എന്നുള്ളതും കൂടെ ഇവിടെ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. ഹൗ ഈസ് സോയിൽ ഫോമഡ് എന്ന് എഴുതിയിട്ട് ഈ ഒരു താഴെയുള്ള പാരഗ്രാഫ് ദി സോയിൽ വി സീ ടുഡേ എന്ന് തുടങ്ങിയിട്ടുള്ളത് ആ ഒരു ഭാഗം നിങ്ങൾ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് ഇഞ്ച് തിക്ക് ലെയർ ഓഫ് സോയിൽ. ഓക്കെ. നെക്സ്റ്റ് റിമെമ്പർ ചെയ്യാൻ വേണ്ടി ഒരു ബ്ലൂ കോളത്തിൽ നൽകിയിട്ടുണ്ട്. പെഡോളജി ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സോയിൽ. സോയിലിനെ കുറിച്ചുള്ള പഠനങ്ങൾ അതിന് പെഡോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ദി സയൻറ്റിസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദീസ് ബ്രാഞ്ച് ആർ കോൾഡ് പെഡോളജിസ്റ്റ്. ഇതിനെ പഠനം നടത്തുന്ന ഈ ശാസ്ത്രജ്ഞരെ പെഡോളജിസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അടുത്തതായിട്ട് മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആ ഘടകങ്ങൾ ഏതെല്ലാമെന്ന് ഒരു പദസൂര്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദസൂര്യൻ്റെ പോലെ ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. ഈ ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിൽ സെൻട്രലായിട്ട് വരുന്നത് സോയിൽ, മണ്ണ് എന്നുള്ളതാണ്. പിന്നെ നോക്കാം ഭൂപ്രകൃതി, ടോപ്പോഗ്രഫി, പിന്നെ മാതൃശില, പാരൻ്റ് റോക്ക്, സമയം, ടൈം, സസ്യങ്ങളും ജന്തുക്കളും, ഓർഗാനിസം ആൻഡ് കാലാവസ്ഥ, ക്ലൈമറ്റ്. ഇത്രയും കാര്യങ്ങളാണ് മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് ഉള്ളതെന്ന് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കുക, പഠിച്ചിരിക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ. അടുത്തൊരു ആക്ടിവിറ്റി തന്നിരിക്കുകയാണ്. പദസൂര്യനിൽ നിന്നും കണ്ടെത്തിയ, നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു പദസൂര്യനിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ 3.1 വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ഡാറ്റ ഗിവൺ ഇൻ ദി എബോ ഡയഗ്രം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഇവിടെ കാലാവസ്ഥ, ഭൂപ്രകൃതി എന്ന് തുടങ്ങിയിട്ടുള്ള മണ്ണിൻ്റെ രൂപീകരണത്തിൻ്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ ഓരോ ഘടകങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് പോയിൻറ്റ്സ് വൈസ് നിങ്ങളടുത്ത് കണ്ടെത്തി എഴുതാൻ വേണ്ടി പറയുന്നത്. ഓൾറെഡി ഓരോ പോയിൻ്റ് അവിടെ നൽകിയിട്ടുണ്ട്, വാക്കുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റത്തെ കോളം കാലാവസ്ഥ. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും നടക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് ആക്ടിവിറ്റി പൂർത്തീകരിക്കാണ്ട് നമുക്ക് നോക്കാം. ഉയർന്ന ഊഷ്മാവ് രാസപ്രവർത്തനങ്ങളെയും
അതുപോലെ ജൈവ പ്രവർത്തനങ്ങളെയും ത്വരിതപ്പെടുത്തുന്നു. അതുവഴി മണ്ണിൻ്റെ രൂപീകരണവും നടക്കുന്നു. ഇനി രണ്ടാമത്തെ കോളം ഭൂപ്രകൃതിയാണ്. ചെങ്കുത്തായ ചെരുവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും. അടുത്ത പോയിൻ്റ്, ചെറിയ ചെരിവുള്ള പ്രദേശങ്ങൾ മണ്ണിൻ്റെ രൂപീകരണത്തിന് അനുകൂല പശ്ചാത്തലമാണ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായിട്ടുള്ള അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. രണ്ടാമത്തെ പോയിൻ്റ്, ഉറുമ്പുകളും ചിതലുകളും മണ്ണിരകളും കരണ്ട് മുറിക്കുന്ന ജീവികൾ മണ്ണിൻ്റെ രൂപീകരണത്തിന് ഭൗതിക സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മാതൃശില, മണ്ണിലെ ധാതുക്കളും മണ്ണിൻ്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. മാതൃശിലയുടെ സ്വഭാവവും അപക്ഷയത്തിൻ്റെ തോതും മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി അടുത്തത് സമയം, മണ്ണിൻ്റെ കനവും ഘടനയും അത് രൂപം കൊള്ളുന്നിടത്തുള്ള സമയത്തെ ആശ്രയിച്ചായിരിക്കും. ഇനി അനുയോജ്യമായ സാഹചര്യത്തിൽ ഏകദേശം 200 വർഷങ്ങൾ അല്ലെങ്കിൽ 1000 വർഷങ്ങൾ വരെയും വേണം നല്ല മണ്ണ് രൂപപ്പെടുവാൻ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഫസ്റ്റ് ക്ലൈമറ്റിൽ സോയിൽ ഫോർമേഷൻ വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെൻറ്റ് ആൻഡ് കെമിക്കൽ റിയാക്ഷൻ at high temperature organic accelerators operations as well. Thus the soil formation is also taking place. Next column is topography. Soil will be thin along steep slopes. Next point, slightly sloping area for soil formation favorable is the background. Next, plant and animals. The acid formed as a result of the decaying of plant and animals cause weathering of rocks and ants and earthworms cutting the stalk for the formation of organism and soil physical assistance is doing. Next point, parent rocks, മാതൃശില എന്ന് പറയും. The mineral in the soil and the structure of the soil depend on the rock form which it is formed of mother rocks and character of decay, the amount of soil formation influential are component. Last column is time. The thickness and structure of soil depend on the time taken for its formation. Next, under ideal conditions it takes about 200 years or 1000 years for good soil to form. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ നോട്ടിലേക്ക് ആക്ടിവിറ്റി ആയിട്ട് എഴുതി വെക്കേണ്ടത്. അടുത്തൊരു ആക്ടിവിറ്റി ഉണ്ട്. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയവയുള്ള അന്തരങ്ങൾ കാരണം വ്യത്യസ്തങ്ങളായ മണ്ണിനങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും വിവിധ മണ്ണിനങ്ങളെക്കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ആ ധാരണയെ അല്ലെങ്കിൽ ആ പഠിച്ചതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചുവടെ നൽകിയിരിക്കുന്ന ടേബിൾ നിങ്ങളടുത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണിനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു കോളത്തിൽ ഇന്ത്യ, ഒരു കോളത്തിൽ കേരളം. ഇന്ത്യയിലെ മണ്ണിനങ്ങളും കേരളത്തിലെ മണ്ണിനങ്ങളും കണ്ടെത്തിക്കൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ആർ ഫോംഡ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ ഫാക്ടേഴ്സ് സച്ച് ആസ് ടോപ്പോഗ്രഫി ആൻഡ് ക്ലൈമറ്റ്. യു ഹാവ് ലേൺഡ് അബൌട്ട് ദി different type of soil in India and in Kerala from previous classes. Complete the following table 3.2 based on that. Soil types, first column is India and second column is Kerala. നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്, അതുപോലെ മരുഭൂമി മണ്ണ്. കേരളത്തിലോ എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ്, വനമണ്ണ്, കറുത്ത മണ്ണ്. ഇതുപോലെ ഈ ആക്ടിവിറ്റി നിങ്ങൾ നോട്ടിലേക്ക് പകർത്തിയെടുക്കുക. ഇനി സോയിൽ ടൈപ്പ് ഇംഗ്ലീഷ് മീഡിയം ഇന്ത്യ, കേരള. ഇന്ത്യയിൽ ലോമി സോയിൽ അല്ലെങ്കിൽ അല്ലുവേസ് സോയിൽ, അതുപോലെ ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ബ്രിക് സോയിൽ, ഡെസേർട്ട് സോയിൽ. നെക്സ്റ്റ് ലോമി സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, ഫോസ് സോയിൽ, ബ്ലാക്ക് സോയിൽ. മണ്ണ് ജീവൻ്റെ നിലനിൽപ്പിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സബ് ഹെഡിങ് ആണ്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജന്തുക്കളും ഇല്ല. അപ്പോൾ മനുഷ്യൻ്റെ കഥ പറയാനുണ്ടോ? അല്ലേ? നമുക്കും തന്നെ മണ്ണില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഭൂമിയിൽ ജീവനെ സാധ്യമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണല്ലോ മണ്ണ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സസ്യങ്ങൾ മണ്ണിലെ
പോഷകഘടകങ്ങൾ വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം. ഈ സസ്യങ്ങളെ മനുഷ്യനും മനുഷ്യജന്തുക്കളും ആഹാരമാക്കുന്നു. സസ്യജന്തുജാലങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ അവ മണ്ണിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ഭക്ഷ്യശൃംഖല സംഭവിക്കുന്നത്. ചുറ്റുപാടുമൊന്ന് നിരീക്ഷിക്കൂ. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് മണ്ണ് ഉപയോഗപ്പെടുത്തുന്നത്? ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ? ഉണ്ട് അല്ലേ? കൃഷിക്ക് വേണ്ടി മാത്രമാണോ ഞാൻ മണ്ണ് പ്രയോജനപ്പെടുത്തുന്നത്? അല്ല, വേറെയും കുറേ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ മണ്ണുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ മണ്ണ് മണ്ണിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്നുള്ള ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആ പ്രവർത്തനം ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് സോയിൽ ഫോർ സസ്റ്റെയിൻസ് എന്ന് പറയപ്പെടുന്ന സബ് ഹെഡിങ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യലാണ്. വിതൗട്ട് സോയിൽ ദർ വോണ്ട് ബി എനി പ്ലാന്റ് ഓർ എനിമൽസ്. ഇവിടെ പറയുന്നത് നമുക്കറിയാം, ഏതൊരു മണ്ണില്ലെങ്കിൽ ഏതൊരു സസ്യങ്ങൾക്കും അതുപോലെ തന്നെ ജന്തുജാലങ്ങൾക്കും ആശ്രയമില്ല എന്നാണ് പറയുന്നത്. ദി കേസ് ഓഫ് മാൻ ഈസ് നോട്ട് ഡിഫറെൻറ്റ്. നമ്മുടെ മനുഷ്യൻ്റെ കാര്യത്തിലും നോട്ട് ഡിഫറെൻറ്റ്, ഒരു വ്യത്യാസമില്ല, അതുപോലെ തന്നെയാണ്. സോയിൽ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് മേക്സ് ലൈഫ് ഓൺ ദി എർത്ത് പോസിബിൾ. നമുക്കറിയാം, ഭൂമിയിൽ ജീവനെ സാധ്യമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ് എന്ന് പറയുന്നത് അല്ലേ? ജീവൻ സാധ്യമാകുന്ന ഒന്നാണ് മണ്ണ്, സോയിൽ എന്ന് പറയുന്നത്. You know that the green plant absorb nutrients from the soil and prepare food with the help of sunlight. പഠിച്ചിട്ടുണ്ട്. സസ്യങ്ങൾ മണ്ണിലെ പോഷകങ്ങൾ വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഇനി ഹ്യൂമൻസ് ആൻഡ് അതർ എനിമൽസ് കൺസ്യൂം ദസ് പ്ലാന്റ്സ്. ഈ സസ്യങ്ങളെ മനുഷ്യനും മറ്റു ജന്തുജാലങ്ങളും ആഹാരമാക്കുന്നുണ്ട്. വെൻ പ്ലാന്റ് ആൻഡ് എനിമൽസ് ഡൈ ദേ റിട്ടേൺ ടു ദി സോയിൽ. അങ്ങനെ ഇത് തന്നെ വീണ്ടും ഒരു സൈക്ലിംഗ് ആയിക്കൊണ്ട് സസ്യജന്തുജാലങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ അവ മണ്ണിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരം ഒരു ഭക്ഷ്യശൃംഖലയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നത്, നിങ്ങളടുത്ത് ഹാവ് ലുക്ക് എർ നമ്മളെ ചുറ്റുപാടുള്ള സോയിലിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച്. വാട്ട് ആർ ദി യൂസസ് ഓഫ് സോയിൽ? എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മളെ സോയിൽ യൂസ് ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാം. ഡു യു സീ മെനി അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനെ പുറമെ വേറെ അതിന് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, വേറെയുണ്ട്. ഈസ് ദാറ്റ് ദി ഓൺലി യൂസ് ഓഫ് സോയിൽ? ലിസ്റ്റ് ഔട്ട് ദി കോസസ് ഓഫ് സോയിൽ എന്ന് പറയപ്പെടുന്ന ടേബിളാണ്. അതല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ നിൽക്കുന്നത്. കൃഷിക്ക് വേണ്ടി മാത്രമാണോ ഞാൻ മണ്ണ് പ്രയോജനപ്പെടുത്തുന്നത്? അല്ല, മണ്ണിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഈ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. മണ്ണിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം അല്ലേ? അതൊന്ന് അവിടെ നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്, കൃഷിക്ക് വേണ്ടി മണ്ണ് ഉപയോഗിക്കുന്നു. അതുപോലെ മൺപാത്ര നിർമ്മാണത്തിന്, ചുടുകട്ടകൾ ഉണ്ടാക്കുന്നതിന്, ഓട് നിർമ്മാണത്തിന്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നു. പിന്നെ ലോഹ നിർമ്മാണം, പ്രകൃതി ചികിത്സ, ഔഷധ നിർമ്മാണം, ധാതുക്കൾ ഖനനം ചെയ്യുന്നതിന് തുടങ്ങിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മണ്ണിൻ്റെ ഉപയോഗങ്ങൾ ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം നോക്കാം. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മുടെ ഈ സോയിൽ ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം. ലിസ്റ്റ് ഔട്ട് ദി യൂസസ് ഓഫ് സോയിൽ. ഫസ്റ്റ് വൺ, ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ്. നിർമ്മാണ വസ്തുക്കൾക്ക് വേണ്ടി, നിർമ്മാണ സാധനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ കൾട്ടിവേഷൻ, കൃഷിക്കും വേണ്ടിയിട്ട്. അതുപോലെ ഫോർ ദി മാനുഫാക്ചർ ഓഫ് പോട്ടറി ആൻഡ് ബ്രിക്സുകളും അതുപോലെ തന്നെ പോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൺപാത്ര നിർമ്മാണങ്ങൾ അല്ലേ? ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. മെറ്റൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓരോ കൺസ്ട്രക്ഷൻ വർക്കിന് ഉപയോഗപ്പെടുത്തുന്നു. ഫോർ നാച്ചുറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ പരമായിട്ട് മെഡിസിൻസൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഫോർ മൈനിങ് മിനറൽസുകൾ മൈനിങ് നടത്താൻ വേണ്ടി, ഖനനം നടത്താൻ വേണ്ടി നമ്മൾ മണ്ണിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്ര ആക്ടിവിറ്റീസ് നമ്മൾ നോട്ടിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് മണ്ണ് മരിക്കുന്നു എന്ന് പറയപ്പെടുന്ന സബ് ഹെഡിങ് ആണ്. എങ്ങനെയാണ് മണ്ണ് മരിക്കുന്നത്? മണ്ണ് മരിച്ചു പോവുമോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങൾ കാരണം മണ്ണിന് ശോഷണം സംഭവിക്കുന്നുണ്ട്. ശോഷണം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒരു വല കൊണ്ടെന്ന പോലെ തടഞ്ഞു നിർത്തുന്നുവെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഈ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് പരിസ്ഥിതി സവിശേഷതകൾ കണക്കിലെടുക്കാതെ ഉഴുതുമറിച്ച്
കടും കൃഷി നടത്തി മനുഷ്യൻ മണ്ണിനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നു. എന്താ കടും കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കടും കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ട് അവിടെ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക അല്ലേ. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് മണ്ണും മനുഷ്യനും എന്ന തലക്കെട്ടിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. കുറിപ്പിൻ്റെ ഹിൻസ് അവിടെ നൽകിയിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രഷിംഗ് സോയിൽ, മണ്ണ് മരിക്കുന്നു. സോയിൽ ഗെറ്റ്സ് ഡിപ്ലേറ്റ് due to various human activities such as deforestation, destruction of hills and unscientific agriculture activities. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ മണ്ണ് ഡിപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഷണം സംഭവിക്കുന്നു, ഇല്ലാതാകുന്നു. ഫോർ എക്സാമ്പിൾ അവിടെ നൽകിയിട്ടുള്ളത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ടാണ്? ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം കൊണ്ട് നമ്മുടെ മണ്ണുകൾ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽസുകൾ ഇടിക്കുന്നത് കൊണ്ട്, കുന്നുകൾ ഇടിക്കുന്നത് കൊണ്ട്. അതുപോലെ അൺസയൻറ്റിഫിക് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, സയൻറ്റിഫികപരമായിട്ട് അശാസ്ത്രീയപരമായിട്ടുള്ള അഗ്രികൾച്ചർപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്. എന്താണ് അത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, യു നോ ദാറ്റ് ദി റൂട്ട്സ് ഓഫ് ട്രീസ് ഹോൾഡ് ദി സോയിൽ ലൈക്ക് എ നെറ്റ്. Man is killing the soil by felling the trees and tilling the land for cultivating intensively without considering the environment. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒരു വല കൊണ്ടെന്ന പോലെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഈ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് പരിസ്ഥിതി സവിശേഷതകൾ കണക്കിലെടുക്കാതെ ഉഴുതുമറിച്ച് കടും കൃഷി നടത്തി മനുഷ്യൻ മണ്ണിനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നു എന്നതാണ് പറയുന്നത്. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് താഴെ തന്നിരിക്കുന്ന ഹിൻസുകൾ എന്ന് പറയുന്നത് ഒബ്സർവ് യുവർ സറൗണ്ടിങ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ സോയിൽ ആൻഡ് ഹ്യൂമൻ എന്നുള്ളൊരു തലക്കെട്ടിൽ ഇൻകോർപ്പറേറ്റിംഗ് ദി ഫോളോയിങ് ഹിൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഹിൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തൊരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. ഈ ഹിൻസിനെ ബേസ് ചെയ്ത് നമുക്ക് ആക്ടിവിറ്റീസ് എഴുതി വെക്കാം. ഫസ്റ്റായിട്ട് പറയുന്നത് പ്രകൃതിയിലെ ജൈവപരമായിട്ടുള്ള ജീർണന പ്രക്രിയക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലുള്ള മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നു അല്ലേ. ഈ ഒരു പോയിന്റിനെ വിശദീകരിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കാരണം മണ്ണിൻ്റേതായ ദോഷഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇത്തരം പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി എഴുതി വെക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടനയെന്ന നിലയിൽ മാറ്റിമറിക്കുന്ന അമിതമായിട്ടുള്ള രാസവളങ്ങളുടെ പ്രയോഗങ്ങൾ മണ്ണിനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. രാസവളങ്ങളുടെ അമിതമായിട്ടുള്ള പ്രയോഗം മണ്ണിൻ്റെ ദോഷത്തിന് ബാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണം, ഖനന പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയപരമായിട്ടുള്ള കൃഷിയുടെ ആക്ടിവിറ്റീസുകളും അതുപോലെ തന്നെ ഖനന പ്രവർത്തനങ്ങൾ കൊണ്ടും, ഖനനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കുഴിച്ചെടുക്കുക അല്ലേ. ഓരോന്നായിട്ട് കുഴിച്ചെടുക്കുന്നത് കൊണ്ട് മണ്ണ് ഇല്ലാതായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി ഭൂമി, പിന്നെ കൃഷി അല്ലാതെ കൃഷികേതര എന്ന് പറഞ്ഞാൽ കൃഷി അല്ലാത്ത ആവശ്യങ്ങൾക്കായിട്ടൊക്കെ മണ്ണിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. കൃഷിഭൂമി കൃഷിക്കാണ് ഉപയോഗിക്കേണ്ടത്, എന്നാൽ കൃഷിയായിട്ട് അവിടെ ഉണ്ടാവും. പക്ഷേ കൃഷിക്കല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൃഷി അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാനും വീടുകൾ ഉണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നു. നമ്മൾ വീടുകളിൽ നിന്നും, നമ്മൾ അങ്ങാടികൾ, സിറ്റികൾ, ഹോസ്പിറ്റലുകളിൽ നിന്നും ഒക്കെ പോകുന്ന മലിനജലം ഒഴുക്കിവിടുന്നത് കൊണ്ട് ആ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെട്ടുകൊണ്ട് ആ മണ്ണ് ദോഷകരമായിട്ട് മണ്ണിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്, മണ്ണ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അമിതമായിട്ടുള്ള കന്നുകാലികളുടെ മേച്ചിൽ, അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കന്നുകാലി മേച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലൂടെ കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നത് കൊണ്ട് മണ്ണിന് ശോഷണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു നോട്ട്സ് നിങ്ങൾക്ക് തയ്യാറാക്കാം. മണ്ണും മനുഷ്യനും എന്ന് പറയപ്പെടുന്ന തലക്കെട്ടിൽ നിങ്ങൾക്ക് നോട്ട്സ് തയ്യാറാക്കാം. നോൺ ഡിഗ്രഡേബിൾ മെറ്റീരിയൽ ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ. നമ്മൾ പറഞ്ഞു പ്രകൃതി ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാക്കാത്ത പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗങ്ങൾ മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്, അതാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ആൾട്ടർ ദി സ്ട്രക്ചർ ഓഫ് സോയിൽ. മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അമിതമായിട്ടുള്ള രാസവളങ്ങളുടെ ഉപയോഗങ്ങൾ കൊണ്ട് മണ്ണിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അതെങ്ങനെയൊക്കെയാണല്ലോ വിശദീകരിച്ച് എഴുതാം. അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആൻഡ് ക്വാറിങ്. അൺസയൻറ്റിഫിക് പരമായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടും അതുപോലെ തന്നെ ക്വാറിങ് എന്ന് പറഞ്ഞാൽ മൈനിങ് കൊണ്ടും നമുക്ക് മണ്ണിൻ്റെ
ശോഷണങ്ങൾ ഡിപ്പെൻഡ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. യൂസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസസ്. യൂസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് യൂസ് ചെയ്യുന്നത് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസസ്, അതായത് അഗ്രികൾച്ചർ പർപ്പസിന് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ, ഹൗസ് എക്സെട്ര, അത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ ഉപയോഗപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ മണ്ണിൻ്റെ ആ ഒരു ഫലപുഷ്ടതയും ഒക്കെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. ഡ്രൈയിങ് വേസ്റ്റ് വാട്ടർ ഇൻ ടു സോയിൽ ഓൺ എ ലാർജ് സ്കെയിൽ കൂടുതലായിട്ട് സോയിലേക്ക് വേസ്റ്റ് വാട്ടേഴ്സ് ഡ്രെയിൻ ചെയ്യുന്നു, ഒഴുക്കി വിടുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ഓവർ ഗ്രേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലികളുടെ മേച്ചിൽ. ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ മണ്ണിൻ്റെ ശോഷണം സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവസാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു സബ് ഹെഡിങ് നോക്കാം. മേൽമണ്ണ് നഷ്ടമായാൽ അവശേഷിക്കുന്നത് ഊഷര ഭൂമിയോ പാറനിരപ്പോ ആയിരിക്കും. മേൽമണ്ണ് പുനഃസൃഷ്ടിക്കപ്പെടാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. പ്രകൃതിയിൽ ജീവൻ്റെ നാമ്പുകൾ തുടരുന്നതും അതുപോലെ തന്നെ മുള പൊട്ടാൻ മേൽമണ്ണ് തന്നെ വേണം. അതിന് സംരക്ഷണമില്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാമെന്നാണ് പറയുന്നത്. വനനശീകരണത്തിന് ലെറ്റ് us കൺസേർവ് സോയിൽ. നമുക്ക് മണ്ണിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വൺസ് ദാറ്റ് ടോപ്പ് സോയിൽ ഈസ് ലോസ്റ്റ്, what is left behind is barren land or rocky surface. It will take thousands of years for the top soil to regenerate. Top soil is essential for the continued sprouting of life. For this, conservation is the only solution. എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട് വനനശീകരണം തടയൽ. വനനശീകരണം തടഞ്ഞുകൊണ്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. വിളപരിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്ത് ഒരു വർഷം നമ്മൾ നെൽകൃഷിയാണ് ആ ഒരു കൃഷിത്തോട്ടത്തിൽ നമ്മൾ നട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമ്മൾ അവിടെ വേറെ പൂളക്കൃഷിയോ അതല്ലെങ്കിൽ വാഴക്കൃഷിയോ പോലുള്ള കൃഷികളൊക്കെ നമ്മൾ ചെയ്യുക. അങ്ങനെ ഇടയ്ക്കിടെ വിളപരിവൃത്തി നടത്തുക, മാറ്റി വിളകൾ കൾട്ടിവേഷൻ ചെയ്യുക, കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി. മലഞ്ചെരുവുകളിൽ തട്ടുകളായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മണ്ണൊലിപ്പ്, സോയിൽ എറോഷൻ തടയാൻ നമുക്ക് സാധ്യമാകും. ഇനി തടയണ നിർമ്മാണം. തടയണകൾ കൊടുത്ത് മണ്ണിനെ നിർത്തിവെക്കുക, മണ്ണൊലിപ്പ് ഇല്ലാതാക്കി വെക്കാൻ പറ്റും. അമിതമായിട്ടുള്ള കന്നുകാലി മേച്ചിൽ നിയന്ത്രിക്കുക. അമിതമായിട്ടുള്ള കന്നുകാലികളുടെ മേച്ചിൽ നിയന്ത്രിക്കുന്നത് കൊണ്ട് നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. വാട്ട് ആർ മീൻസ് ക്യാൻ വി കൺസേർവ് ദി സോയിൽ, ഡിസ്കസ് ആൻഡ് ഫൈൻഡ് ഔട്ട്. ഫസ്റ്റ് വൺ, ചെക്ക് ഡിഫോസേഷൻ തടയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്രോപ്പ് റൊട്ടേഷൻ നമ്മൾ പറഞ്ഞു. വിള പരിവർത്തി, ഓരോ വിളകൾ മാറി മാറി കൃഷി ചെയ്യാൻ വേണ്ടി നോക്കുക ഓരോ വർഷത്തിൽ. നെക്സ്റ്റ്, ടയേഴ്സ് ഫാമിംഗ് അലോങ് ഹിൽ സ്ലോപ്സ്. ഹില്ലായിട്ടുള്ള കുന്നിൻ ചെലവുകളിലായിട്ട് ഉള്ള പ്രദേശങ്ങളിൽ ടെറേസ് ഫാമിംഗ് നടത്തുക, തട്ടുകൃഷികളായിട്ട് കൃഷി ചെയ്യുക. നെക്സ്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്. തടയണകൾ നിർമ്മിക്കുക. തടയണ നിർമ്മിക്കുന്ന ഫോട്ടോ അവിടെ കാണുന്നുണ്ട്. വെള്ളം കെട്ടി നിർത്തി മണ്ണൊലിപ്പില്ലാത്ത രൂപത്തിൽ തടയണ നിർമ്മിക്കുക. കൺട്രോൾ ഓവർ ഗ്രേസിങ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്കിവിടെ നോട്ടിലേക്ക് എഴുതി വെക്കേണ്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്ന് കൊടുത്തുകൊണ്ട് ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ എഴുതിയെടുക്കുക. മണ്ണില്ലാതായാൽ ഭൂമി നിർജ്ജീവമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രശ്നം ഭൂമിക്കില്ലാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൈകോർക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു പ്രദേശം സന്ദർശിച്ച് മണ്ണും മനുഷ്യ ഇടപെടലുകളും എന്ന വിഷയത്തിൽ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളടുത്ത് പറയുന്നുണ്ട്. പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സുകളാണ് നൽകിയിരിക്കുന്നത്. പ്രധാന ഭൂവിനിയോഗങ്ങൾ വേണം, എന്തിനൊക്കെയാണ് ഭൂമി ഉപയോഗപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ മണ്ണ് ശോഷണം സംഭവിക്കുന്നുണ്ടോ, അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു മണ്ണ് ശോഷണം സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെങ്ങനെയൊക്കെ നമുക്ക് തടയാം എന്നുള്ള സംരക്ഷണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. പിന്നെ മണ്ണ് സംരക്ഷണ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണ് സംരക്ഷണ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. പിന്നെ കാർഷിക മേഖലയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ്, ഓരോ കാലത്തിനനുസരിച്ച് കൃഷിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തി പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അവസാനമായിട്ട് ചാപ്റ്റർ
ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവിടെ മണ്ണ് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ട് നമുക്ക് മണ്ണിനൊരു ദിനം എന്നുള്ള ഒരു ഭാഗം ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ഡിസംബർ 15 തീയതി ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നു. വേൾഡ് സോയിൽ ഡേ December 15 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് എഴുതിയെടുക്കേണ്ടത്. വേൾഡ് സോയിൽ ഡേ December 15 എന്നുള്ളത് എഴുതി വെക്കുക. പോയിൻ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.